ഹലോ സുഹൃത്തെ, എന്തൊക്കെയുണ്ട് സുഹൃത്തെ? ഈ ലോകത്ത് രണ്ട് ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് തൻ്റെ കൂട്ടുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഓഫീസിലോട്ടോ കയറി ചെല്ലുമ്പോൾ ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും ആകർഷിക്കുന്നവരുമുണ്ട്. അതേ സമയത്ത് രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാർ ഒരു റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ സ്വന്തമായി ഒന്നും പറയില്ല, പക്ഷെ ബാക്കിയുള്ളവർ അവനെ വെൽക്കം ചെയ്യും. എല്ലാവരും ഇവൻ പറയുന്ന കാര്യങ്ങൾക്ക് വാല്യൂവും റെസ്പെക്റ്റും നൽകും. സുഹൃത്തെ, ഇന്നത്തെ വീഡിയോയിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഈ രണ്ടാമത്തെ ടൈപ്പ് എല്ലാവരും വാല്യൂ ചെയ്യുന്ന, റെസ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിരിക്കുന്ന ഒരു ജനസമൂഹത്തെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുതന്നെയാണ് ഇന്നത്തെ ടോപ്പിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടു ഇംപ്രസ് അതേഴ്സ്. ആദ്യത്തെ കാര്യമാണ് സ്പീക്ക് ലെസ് ബട്ട് വൈസ്. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു കോർ ക്വാളിറ്റിയാണ്. കുറച്ച് സംസാരിക്കുക, പക്ഷെ പറയുന്ന കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതായിരിക്കണം. ഒരു വലിയ യാഥാർത്ഥ്യമാണ്, ചുമ്മാ ചലവില സംസാരിച്ചിരിക്കുന്ന വ്യക്തിയെ കാട്ടിയും സൈലൻ്റ് ആയിട്ട് കൂളായിട്ട് ആവശ്യമുള്ളവ മാത്രം സംസാരിക്കുന്ന, അതേസമയത്ത് നമ്മുടെ കാര്യം കേൾക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നമുക്ക് കൂടുതൽ താല്പര്യം. സോ ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ചുമ്മാ ചലവില സംസാരിക്കുകയല്ല, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുക എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന മുമ്പേ ഒന്ന് ചിന്തിക്കണം. തിങ്ക് ബിഫോർ യു സ്പീക്ക്. അതായത് നമ്മൾ സംസാരിക്കുന്ന മുമ്പേ ചിന്തിക്കുക, ഈ സിറ്റുവേഷനിൽ ഈ പറയുന്ന കാര്യം ഇമ്പോർട്ടൻ്റ് ആണോ, വാല്യൂ ഉണ്ടാവുമോ, അങ്ങനെ ചിന്തിച്ചിട്ട് മാത്രം സംസാരിക്കുക. അടുത്ത രണ്ടാമത്തെ കാര്യമാണ് മേക്ക് ഫീൽ അതേഴ്സ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കൂടെ സംസാരിക്കുന്ന ആളും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്ന നേരത്ത് നമ്മൾ എന്തോ വലിയ ആളാണെന്നുള്ള ഭാവത്തിലാണ് പലപ്പോഴും നമ്മൾ സംസാരിക്കുക. സുഹൃത്തെ, ഈ ഒരു ഈഗോയിനെസ് അല്ലെങ്കിൽ ഈ ഒരു ഭാവത്തോടെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ആരെയും ഇംപ്രസ് ചെയ്യാൻ പോകുന്നില്ല. ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അവരുടെ സമയത്തെ റെസ്പെക്റ്റ് ചെയ്യണം. സുഹൃത്തെ, നിങ്ങളോട് സംസാരിക്കുന്ന ആൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാൻ. കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എടാ ഈ ഷർട്ട് കൊള്ളാം. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഇങ്ങനെ പറയുകയാണ്, എടാ ഈ ഷർട്ട് നിനക്ക് ചേരുന്നുണ്ട്. ഈ 2 എക്സാംസ്, അതെങ്കിൽ 2 കേസിലും ആദ്യത്തെ കേസിൽ നമ്മൾ പറയാം, എടാ ഈ ഷർട്ട് കൊള്ളാം. സോ നമ്മൾ അവിടെ ആ ഷർട്ടിനാണ് വാല്യൂ കൊടുക്കുന്നത്. പക്ഷേ അതേ സമയത്ത് രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ പറയുന്നത്, എടാ ഈ ഷർട്ട് നിനക്ക് ചേരുന്നുണ്ട്. സോ നമ്മൾ അവിടെ ഇംപ്രസ് ആക്കുന്ന ആ വ്യക്തിയാണ്. അപ്പോൾ സുഹൃത്തെ, ബാക്കിയുള്ളവരെ ഇമ്പോർട്ടൻ്റ് ആക്കാൻ വേണ്ടി അവർക്ക് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക. അടുത്ത മൂന്നാമത്തെ കാര്യമാണ് കീപ് ഐ കോണ്ടാക്ട് ആൻഡ് ടച്ച്. നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കണം. ആ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പവർഫുൾ ആവും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടച്ച്. നമ്മളോട് സംസാരിക്കുന്ന ആളുടെ തോളത്തോ കയ്യിലൊക്കെ ഒന്ന് ഷെയ്ക്ക് ചെയ്യുകയും ഒരു തമാശ പറയുമ്പോൾ തോളത്ത് തട്ടുകയും, ഇങ്ങനെ ഒരു ചെറിയ ടച്ചിന് പോലും വലിയ വാല്യൂസ് ഉണ്ട്. അത് ആ കമ്മ്യൂണിക്കേഷനെ ബെറ്റർ ആക്കും. സോ ഒരു കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഐ കോണ്ടാക്റ്റും ടച്ചും. അടുത്ത 4ാമത്തെ കാര്യമാണ് ഫോർ കൺവിൻസിങ് ഡ്രിങ്ക് ടീ. നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവാറുണ്ട്. സോ ഈ ആവശ്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി നമ്മൾ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ്. സുഹൃത്തെ, അവിടെയാണ് നമ്മുടെ ഈ ഒരു കാര്യം വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടിപ്പ് വരുന്നത്. റിസർച്ച് കണ്ടെത്തിയതാണ്, നമ്മൾ ഒരു ബിസിനസ് മീറ്റിംഗ് അല്ലെങ്കിൽ എന്തൊരു കാര്യം ബാക്കിയുള്ളവരെ വെച്ച് കൺവിൻസ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഒരു ചായ കുടിക്കുക. നമ്മളൊരു ചൂടായിട്ടുള്ള ഒരു ലിക്വിഡ് നമ്മുടെ ബോഡിയുടെ അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ കുറേ കെമിക്കൽസ് റിലീസ് ചെയ്യും. ഈ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. ഇത് കാരണം തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവരെല്ലാം യെസ് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് സുഹൃത്തെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അയാളെ കൊണ്ട് ആദ്യം ഒരു ചായ കുടിപ്പിക്കുക. അങ്ങനെ ഒന്ന് ചൂടാക്കി ഹാപ്പി കെമിക്കൽ റിലീസ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൺവിൻസ് ആകും. അതേപോലെ സുഹൃത്തെ, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് പറ്റുന്നത്രയും ഓപ്ഷൻസ് കൊടുക്കുക. എടാ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യണം, ഒന്ന് ചെയ്യണം, എങ്ങനെ ചെയ്യും, ഇങ്ങനെയൊക്കെ നമ്മൾ കുറേ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നോ പറയാൻ പറ്റില്ല. അതേപോലെ ചായ ഒരു ചൂടായിട്ടുള്ള ഡ്രിങ്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും യെസ് പറയും. ഇത് റിസർച്ച് വഴി കണ്ടെത്തിയ കാര്യമാണ്. സോ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത 5ാമത്തെ കാര്യമാണ് ഇമാജിൻ അവർ സെൽഫ് ആസ് എ ലീഡർ. നമുക്ക് പലവർക്കുമുള്ള പ്രശ്നമാണ്, നമുക്കൊരു വലിയ മീറ്റിംഗ് അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ നമുക്ക് വേറൊരാൾക്ക് സംസാരിക്കുമ്പോൾ ആദ്യം ഒരു ചമ്മലും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ഉണ്ടാവും നമുക്ക്. പക്ഷേ ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അവിടെ നമ്മൾ സംസാരിച്ചാലേ കാര്യമുണ്ടാവും. സോ ഈ അവസരങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പാണിത്. വേറൊന്നുമല്ല, നമ്മളെ തന്നെ ഒരു ലീഡറായിട്ട് കാണുക. മുമ്പ് ഇരിക്കുന്നവന്മാരെല്ലാം പൊട്ടന്മാരാണെന്നുള്ള ഭാവത്തിൽ നിൽക്കുക. സുഹൃത്തെ, എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ ഇൻസൾട്ട് ചെയ്യുകയല്ല,
ഞാൻ പറഞ്ഞത് ആ ഒരു ആസ്പെക്റ്റും ആ ഒരു മെൻറ്റാലിറ്റി വെച്ച് പോവുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ആവും. സോ ഇതൊക്കെയാണ് ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാൻ, അതേപോലെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകൾ. ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് ചേഞ്ച് തൊട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനിൽ ഒരു ബെറ്റർനെസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ചാനൽ ചെക്ക് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ സുഹൃത്തെ, താങ്ക് യു. കീപ് സപ്പോർട്ടിങ്. സബ്സ്ക്രൈബ്.